സഹാബത്തിനിടയിൽ തർക്കമുണ്ടായാൽ നബി തങ്ങളോട് ചോദിക്കും, നബി പറഞ്ഞാൽ എടുക്കും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്താണ് അഭിപ്രായം പറയുന്നത് അതെടുക്കും. നബി തങ്ങൾ വഫാത്തായപ്പോൾ ഒരു തർക്കം ഉണ്ടായി. എന്താ തർക്കം എന്നറിയുന്നത്? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ നബി തങ്ങൾ മദീനയുടെ അതിർത്തിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു. ഇവർ പുറപ്പെടുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. മഹാനവറുകൾ ആദ്യമായി പറഞ്ഞു, ഉസാമത്ത് ബിൻ സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിർത്തിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്തിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം. എന്താ അഭിപ്രായ വ്യത്യാസം? നിങ്ങൾ ഒന്ന്, ഉസാമത്ത് ബിൻ സയ്യിദ് ചെറുപ്പക്കാരനായ ചെറിയൊരു കുട്ടിയാണ്. നബി തങ്ങളുടെ വളർത്തുപുത്രനായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് സയ്യിദുനാ ഉസാമത്ത് ബിൻ സയ്യിദ്. ചെറുപ്പക്കാരനാണ്. നബി തങ്ങൾ ഇപ്പൊ വഫാത്തായിട്ടുള്ളൂ. ശത്രുക്കൾ ഇങ്ങനെ എന്താ ഇവരെ നീക്കെന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുകയാണ്. ആ സമയത്ത് ഒരു ചെറിയ കുട്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അതിർത്തിയിലേക്ക് പോയാൽ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നാണ് ഇവരുടെ പ്രശ്നം. നമുക്ക് ഒന്നും കൂടി സൈന്യത്തൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് ആക്കത്തിന് വിട്ടാൽ പോരെ എന്ന് കുറച്ച് ആൾക്കാർക്ക് ഒരു അഭിപ്രായം. ഓരിങ്ങനെ ചർച്ച ചെയ്ത് ആരാപ്പത് ഖലീഫയോട് പറയാം, സിദ്ദീഖ് തങ്ങളോട് പറയാം എന്നിങ്ങനെ ആലോചിച്ചു. ഉമർ ഖത്താബ് പറഞ്ഞോളൂ, നമുക്ക് മൂപ്പരെടുത്ത് പോയി പറയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ തർക്കം പറയാൻ വേണ്ടി അവർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നു. മൂപ്പരോട് വിവരം പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, എനിക്കും അഭിപ്രായം ഉണ്ട്. ഈ സമയത്ത് യുദ്ധത്തിനൊരു സംഘത്തെ അയക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് സംഘത്തെ ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് മതി എന്ന് എനിക്കും അഭിപ്രായം ഉണ്ട്, ഞങ്ങൾ പോയി പറയാറുന്നു. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നു. മഹാനവറുകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഖലീഫ, അമീറുൽ മുഅ്മിനീൻ എന്ന് ഉമർ ഖത്താബിനെയാണ് ആദ്യമായി വിളിച്ചതെന്നാണ്. അതിന് മുമ്പ് ഖലീഫ എന്നേ വിളിക്കലുള്ളൂ. ഖലീഫ, ഈ സമയത്ത് അതിർത്തിയിലേക്ക് ഉസാമത്ത് ബിൻ സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ശത്രുക്കൾ നമ്മുടെ നീക്കങ്ങളെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പം ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് യുദ്ധസംഘത്തെ ഒന്ന് സെറ്റാക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള യുദ്ധത്തിലെ എല്ലാ അടവുകളും നന്നായി അറിയുന്ന നമ്മുടെ കൂട്ടത്തിലെ പ്രഗത്ഭരെ മുൻനിരയിൽ വെച്ചുകൊണ്ട് നമുക്ക് യുദ്ധസംഘത്തെ അയക്കാമെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരുടെയും പ്രതീതിയായി സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ഒരു സംഘത്തെ അതിർത്തിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾ ഉത്തരവാദിത്തപ്പെടുത്തിയ ആള് പോവുകയല്ലാതെ നിർവാഹമില്ല. ഉസാമത്ത് ബിൻ സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിർത്തിയിൽ പോയി യുദ്ധം ചെയ്ത് അവർ പരാജയപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു എന്ന് വിചാരിക്കുക. മദീനയിലെ കുട്ടികളെയും യുവാക്കളെയും പെണ്ണുങ്ങളെയും അവർ കൊല ചെയ്തിട്ട് മദീനയുടെ തെരുവോരങ്ങളിൽ മയ്യത്തുകൾ നിരന്ന് കടന്നാലും അല്ലാഹുവിന്റെ റസൂൽ മുന്നോട്ട് വെച്ച ഒരു സംഘത്തെ ബാക്കിലേക്ക് തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയാം. അതിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇനി അവിടെ ആ സ്ഥലത്ത് നമ്മളൊന്ന് വെച്ച് നോക്കി പറയാം. ഞാൻ പണ്ടേ പറഞ്ഞില്ലേ എന്ന് നമ്മൾ പറയാം. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അവനെ പറ്റൂല എന്ന്, ഇത് നമ്മൾ പറയാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഈ തീരുമാനം പറഞ്ഞേക്കും ഉമർ ഖത്താബ് മൂപ്പര അഭിപ്രായം മാറ്റി, അതെന്നെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. മുമ്പ് പഴമക്കാര് ആരെ പറഞ്ഞതെന്ന നോക്കല്, എന്തേ പറഞ്ഞതെന്നല്ല. നമ്മളെ ഇടങ്ങേറ് കുടിച്ച തല ഉണ്ടായതിന് ശേഷം വന്നതാണ് എന്ത്, ഈ ആര് പറഞ്ഞാലും വേണ്ടില്ല, എന്തേ പറഞ്ഞേ, നമുക്ക് പറ്റിയത് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് പറ്റാത്തത് പറഞ്ഞാൽ ഓൻ പോയി പണിയാക്കട്ടെ. ഇതാണ് നമ്മളെ തീരുമാനം. കാരണം മറക്കുന്നൊരു വരില്ലല്ലോ. എന്റെ കാര്യം വലിയ കാരണവര് നമ്മൾ തന്നെയാണ്. അതന്നെ നമ്മളെ കഴിച്ചിട്ട് ബാക്കി കാരണവരുള്ളൂ എന്നാണ് നമ്മളെ തീരുമാനം. ഇതന്നെ സംഗതി. ഇവിടെ എത്തി നമ്മൾ എല്ലാ സഹാബത്തിനെ എടുത്ത് പരിശോധിച്ചാൽ ഇത് കാണാൻ പറ്റും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബത്തിനിടയിൽ ഒരു തർക്കമുണ്ടായാൽ
അവസാനം തീരുമാനം പറയാൻ ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് വെക്കും. മൂപ്പരെന്താ തീരുമാനം പറയുക തന്നെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്തും അങ്ങനെയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അങ്ങനെയാണ്. സഹാബത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു എന്താ അഭിപ്രായം പറഞ്ഞു നോക്കും. താബിഈകളുടെ നേതാവായിരുന്നു ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. നമ്മൾ അടുത്ത കാലം വരെ അങ്ങനെയാണ്. പള്ളിക്കത്തെ മൂലയിൽ എന്തേ പറഞ്ഞു നോക്കും. നമ്മൾ ഇപ്പൊ ഞമ്മക്ക് എതിരിലുള്ളത് മൂലയിൽ പറഞ്ഞാൽ ഇതിന് എവിടുന്നെങ്കിലും യൂട്യൂബിൽ നിന്ന് ഒരു ക്ലിപ്പ് കിട്ടുമോ നോക്കിയിട്ട് മഹലിന്റെ ഗ്രൂപ്പിലിടും. അതാണ് നമ്മളെ പരിപാടി. ഒരുപാട് വോയിസുകൾ വരും, ഉസ്താദേ ഇന്ന വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ അതിന് മറുപടി കൊടുക്കും. മഹലിലെ ഖത്തീബിനോട് ചോദിക്കുക. ഈ ചോദിക്കണത് ഖത്തീബിനെതിരെ ഉപയോഗപ്പെടുത്താനാണ്. കാരണം അവർക്ക് മഹലിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതിലിടാൻ ഇവന്റെ അഭിപ്രായത്തിനെതിരെ ഇനി ആരും പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ അത് സമീപനമൊന്നും ചെയ്യരുത്. എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനമാണ് ആരെ പറഞ്ഞത്. പറഞ്ഞ ആൾ ഉഷാറായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അവിടെയാണ് കണ്യത്ത് ഉസ്താദ് എന്തേ പറഞ്ഞത്, ശംസുൽ ഉലമ എന്തേ പറഞ്ഞത്, ശിഹാബ് തങ്ങൾ എന്തേ പറഞ്ഞത് എന്നതിന്റെ പ്രസക്തി അതവിടെ ഉള്ളത്. ആ പ്രസക്തിയെ നന്നായിട്ട് SKSF മനസ്സിലാക്കണം. നമ്മളുള്ള പ്രശ്നം തന്നെയാണ് ശരിക്ക്. തങ്ങന്മാര് പറഞ്ഞത് കേൾക്കണോ വേണ്ടേ, ആലിന്യങ്ങൾ പറഞ്ഞത് കേൾക്കണോ വേണ്ടേ, അതോ നമ്മളെ അഭിപ്രായം അനുസരിച്ച് പോകണോ വേണ്ടേ, ഇതാണ് പ്രശ്നം. അതുകൊണ്ട് സമസ്തയെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ആളുകളുടെ മനാത്തിബുകൾ പറയലാണ്, അവരുടെ താരീഖുകൾ പറയലാണ്, അവരുടെ ജീവിത രീതികളെ കുറിച്ച് പറയാനാണ്. എന്നിട്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാകുന്നു. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഗൗസുല്ലാഹിനെ പറ്റിയാണ്. സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞാൽ നേരാവൂല എന്ന് നിങ്ങൾ വെറുതെ പറയാണ്, നേരാവണം എന്ന് കരുതി പറയുന്നില്ല എന്നതാണ് പ്രശ്നം. ആൾക്കാർ പറഞ്ഞാൽ നേരാവില്ല എന്ന് വെറുതെ അറിയാം. ഹൗസില്ലാതെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല, നേരാവണം എന്ന് കരുതി പറയുന്നില്ല എന്നതാകുന്നു പ്രശ്നം. പ്രായോഗികമായ രീതിയിൽ പറയണം. ഓരോ ആൾക്കാർക്കും പ്രായോഗികമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ 5000 ആളോട് സംസാരിക്കുമ്പോ അത് കേട്ടും അറിഞ്ഞും അവരിൽ നിന്ന് മനസ്സിലാക്കിയും 10,000 ആൾക്കാർ നേരാവരുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് നേരാവാത്തതിന്റെ കാരണം നേരാവണം എന്ന് കരുതി പറഞ്ഞില്ല എന്നതാണ്, നിയ്യത്ത് ശരിയായില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്ന് ഗൗസുല്ലാഹ് പറഞ്ഞു. സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എപ്പോഴും കൂട്ടായ്മക്ക് വലിയ പ്രസക്തി ഉണ്ട്. നമ്മളെ സ്വയം നേരാക്കുമല്ലേ. നമ്മളെ എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സംഘശക്തിക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. സംഘടനയെ കൂടിയാൽ നമ്മൾ നേരാവും. അപ്പൊ എനിക്ക് സിനിമക്ക് പോകാൻ കഴിയൂല, തലകെട്ടൊന്നും മാറ്റി വെച്ചാലും കഴിയൂല. ബാക്കുന്ന ആൾക്കാർ ഉസ്താദെ നിങ്ങളും വന്നിക്കുക എന്ന് ചോദിച്ചു, കഴിയൂല. ഇനി ഞാനിത് ജൊബൊക്കെ മാറ്റിയിട്ട് ഒരു ഫാൻ ഇട്ടാലും കഴിയൂല. എന്തുകൊണ്ടുണ്ടായി? സംഘടനയോടുണ്ടായ നേട്ടം തന്നെയാണത്. കഴിയൂല, എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. സംഘടന കൊണ്ട് നമുക്കുള്ള നേട്ടമാണത്. നമ്മൾ നേരാവും, നമ്മൾ നന്നാവും. അത് തന്നെയാണ് പ്രധാനപ്പെട്ട. അല്ലെങ്കിൽ ആൾക്കാരെ നന്നാക്കുക എന്നുള്ള എല്ലാത്തിന്റെ പ്രധാന പദ്ധതി നമ്മൾ നേരാകുക എന്നുള്ള തന്നെ. സംഘശക്തിയോടൊപ്പം കൂടിയാൽ ഇന്നമാ മസലുൽ ജലീസി സ്സാലിഹി വസ്സൂഇ കനാഫിഖിൽ കീരി കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി ഹബീബുനാ റസൂലുള്ളാഹി. നല്ല കൂട്ടുകെട്ടിന്റെയും ചീത്ത കൂട്ടുകെട്ടിന്റെയും ഉദാഹരണം, നല്ലോലൊപ്പം കൂടിയവന്റെയും ചീത്തോലൊപ്പം കൂടിയവന്റെയും ഉദാഹരണം കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി, സെന്റച്ചോടക്കാരന്റെ മാതിരിയും കരുവാന്റെ അടുത്ത് പോയിരിക്കണോന്റെ മാതിരിയുമാകുന്നു. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാല് അത്തറച്ചോടക്കാരന്റെ മാതിരിയാണ്. അപ്പൊ ഒരു സെന്റിന്റെ പെട്ടിയും പിടിച്ചാണ്ട് ഇങ്ങനെ പോകും. അപ്പൊ ഒരാളെ അവന്റെ ഒപ്പം കൂടി എന്ന് വിചാരിക്കുക. കുറെ ദൂരം ചെന്ന് അത്ര വേണോ എന്ന് ചോദിച്ച് ഇങ്ങനെ പോകുമ്പോ ഒരാൾ പറഞ്ഞു, ആ എന്നാ കൊണ്ടുവരിക. അപ്പൊ അവന്റെ ഒപ്പം ഇങ്ങനെ ചെന്ന് അത്തറിന്റെ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് ഇപ്പൊ അങ്ങനെ കച്ചവടം ചെയ്യാണ്. കായുണ്ടെങ്കിൽ ഇവന് 10 രൂപയ്ക്ക് സെന്റ് വാങ്ങാം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം,
വേറെ ആരെങ്കിലും സെന്റ് വാങ്ങുമ്പോ കയ്യുമ്മക്കൂടി വലിക്കണത് ഇവന്റെ മേത്ത് ഇങ്ങനെ തേച്ചു കൊടുക്കും, കായില്ലാതെ സെന്റ് കിട്ടും. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? ഇവന് സെന്റ് വിൽക്കുമ്പോ ഒലിക്കാത്ത സൈസാണ്. ഫില്ലർ കൊണ്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കുപ്പിക്ക് ഇങ്ങനെ ഒറ്റിക്ക് കഴിയുള്ളൂ, പുറത്തേക്ക് ആവൂല. എന്നാലേ നല്ല വാസന കിട്ടും. അതുകൊണ്ട് എടുത്താൽ നിൽക്കൂല. നല്ല വാസന കൊണ്ട് എടുത്താൽ നിൽക്കൂലല്ലോ. നല്ലോന്റെ ഒപ്പം കൂടിയാൽ നല്ല വാസനെങ്കിലും കിട്ടുമോ എടുത്താൽ നിൽക്കൂല. എന്നാ കരുവാന്റെ അടുത്ത് കൊല്ലന്റെ അടുത്ത് പോയിരുന്നാലോ എത്ര ദൂരം ഇരുന്നാലും തുണികുപ്പായി ഓട്ടയാവും. മൂക്കക്കൂടെ പൊടി കയറിയിട്ട് അലർജി ഉണ്ടാവും. ഞാൻ അതൊന്നും ഉണ്ടായില്ലാന്ന് വെക്കുക. ആ ചെങ്ങായിക്ക് ആ കരുവാന്റെ അടുത്ത് പോയിരിക്കുക ആ പണിയുന്ന ആൾക്കാർ പരെങ്കിലും ചെയ്യും. എങ്ങനെയായാലും മോശമാണ്. നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം. ഏത് മനുഷ്യനെ കുറിച്ചറിയാനും അവൻ്റെ കൂട്ടുകാരെ അന്വേഷിച്ചാൽ മതി. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബുനാ റസൂലുള്ളാഹി. മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലായിരിക്കുമെന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കല്യാണം അന്വേഷിച്ചാണ് ഇങ്ങനെ ഒരു പ്രദേശത്ത് വന്നു. മമ്മൂട്ടിയാക്കാന്റെ മകൻ കുഞ്ഞാമീനെ പറ്റിയുള്ള അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അപ്പൊ ചായപ്പീടിയിൽ ആൾക്കാർ പറഞ്ഞു, കുഞ്ഞാമത് കുഴപ്പമൊന്നുമില്ല, ഓന്റെ കൂട്ടുകാരെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ വളരെ മോശമാണ് എന്ന് പറഞ്ഞാല് കുഴപ്പമുണ്ട് എന്ന് അതിന്റെ അർത്ഥം. അൽ മർഉ അലാ ദീനി ഖലീലിഹി. കൂട്ടുകാരെ പോലെ ഏതാന്ന് ചോദിച്ചാൽ അറിയാം ഇവൻ എങ്ങനെയുണ്ട്. ഓന്റെ ചങ്ങായിമാരൊക്കെ SKSFയിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി ഓൻ ആള് തിരക്കടില്ല. ഓൻ ആള് കുഴപ്പമൊന്നുമില്ല. ഓന്റെ ചങ്ങായിമാരൊക്കെ ഓവാലം കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇവനും ഓവാലത്തുമ്പോ തന്നെയാണ്. അതാണ്. അപ്പൊ ഓരോ മനുഷ്യരെയും അവന്റെ കൂട്ടുകാരെ കൊണ്ട് തിരിച്ചറിയാം. നല്ല കൂട്ടുകെട്ട് എന്നതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. നല്ല കൂട്ടുകെട്ടുണ്ടായാൽ ആള് നന്നായി തീരും. മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിന്റെ പേരിലായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടൻ പ്രയോഗമുണ്ട്, ചാരിയാൽ ചാരിയതെന്നാണ്. ഏതുമേ ചാരിച്ചാൽ ചാരിയതിന്റെ മണം ഉണ്ടാവും. നല്ലേമ ചാരിയാൽ നല്ലതിന്റെ മണം, ആകത്തേമ ചാരിയാൽ